ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനി. അമ്മൂസ് പൊടിക്കൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈവനിങ്ങിലെ ചായയുടെ കൂടെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ മിക്സർ ആയാലോ? നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മിക്സർ കഴിച്ചാൽ പിന്നെ നിങ്ങൾക്ക് കടയിലെ മിക്സർ കഴിക്കാനേ തോന്നില്ല. അത്രയ്ക്കും കുർക്കുറയും ടേസ്റ്റുമായിട്ടുള്ള ഒരു മിക്സറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായാൽ പ്ലീസ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇതിനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ബൂന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിനെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിക്കാം. ഇത് ഇത്രയും ലൂസായിട്ട് വേണം നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ. നമ്മൾ 2 കളറിലെ ബൂന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിന് പകുതി നമുക്ക് മാറ്റിയെടുക്കാം. ഇതിലോട്ട് ഈ ഗ്രീൻ കളറും ഇതിലോട്ട് റെഡ് കളറുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുറച്ചും കൂടെ വേണം. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ബൂന്തി ഉണ്ടാക്കിയെടുക്കാം. ഈ ബൂന്തിയെല്ലാം ആയിട്ടുണ്ട്. നമുക്കിതെല്ലാം കോരിയെടുക്കാം. ഇനി നമുക്ക് ഗ്രീൻ ബൂന്തിയും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഞാൻ 2 കളറിലെയും ബൂന്തി വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടലപ്പരിപ്പ് വറുത്ത് കോരാം. ഇതിന് ഞാൻ 2-3 മണിക്കൂർ കുതിർക്കാനിട്ടിരുന്നു. വെള്ളത്തിൽ നിന്ന് വാരി തോത്തി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പാണ്. ഇതിനി നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇതിനായിട്ട് നമുക്ക് ഈ ഒരു അരിപ്പിൽ കുറേശ്ശെ ഇട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇതിപ്പോൾ എല്ലാം നമ്മൾ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് 1 കപ്പ് അവിലാണ്. ഇത് വെള്ള അവിലാണ് എടുത്തിരിക്കുന്നത്. ശകലം കട്ടിയുള്ള അവിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കുറേശ്ശെ എടുത്ത് വറുത്ത് കോരിയെടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇത് ചോളത്തിൻ്റെ അവിലാണ്. ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതും വറുത്ത് കോരാം. ഇത് വറുക്കുമ്പോൾ എണ്ണ നല്ല ചൂടിലിരിക്കണം. പെട്ടെന്ന് വറുത്ത് കിട്ടും. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഇതുപോലെ വറുത്ത് കോരിയെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് കപ്പലണ്ടിയാണ് എടുക്കേണ്ടുന്നത്. ഇത് ഞാൻ 1 ബൗൾ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് വറുത്ത് കോരിയെടുക്കാം. കപ്പലണ്ടിയും ഞാൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 1 കപ്പ് പൊരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അടുത്തതായി 1 കപ്പ് കറിവേപ്പിലയാണ്. ഇത് നമുക്ക് വറുത്ത് കോരിയെടുക്കാം.
കറിവേപ്പിലയും വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അടുത്തതായി 3 വറ്റൽ മുളക് എടുക്കണം. ഇതും നമുക്ക് വറുക്കണം. ഈ മുളകും നാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അടുത്തതായി 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. ഇതും നമുക്ക് വറുത്തെടുക്കണം. ഇനി ഇതുപോലൊരു വലിയ പാത്രം എടുത്ത് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ച് ആഡ് ചെയ്യാം. ആദ്യമായിട്ട് ഈ ബൂന്തി നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ പൊരിയിടാം. പിന്നെ ഈ മുളകും ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഉപ്പ് പൊടി, 1 ടീസ്പൂൺ കറുത്തുപ്പ്, 1 ടീസ്പൂൺ ചുക്കുപൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ശകലം കായം, നമ്മൾ വറുത്ത് വെച്ചിരുന്ന പെരിഞ്ജീരകം, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരുന്ന അവിൽ, കടലപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ സേവാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതുണ്ടാകുന്ന വിധം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അത് പോയി കാണുക. എന്നിട്ട് നല്ലതുപോലെ എല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാം മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഇത്രയധികം മിക്സർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റും ക്രഞ്ചിയുമായിട്ടുള്ള ഒരു മിക്സറാണ്. ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.